ഇത് ഇലക്ഷൻ സംബന്ധിച്ചുണ്ടാകുന്ന വളരെ അനാരോഗ്യകരമായ പ്രവണതകളാണ്. മാത്രമല്ല ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ പറയുന്നത് പകൽ പരിശോധിച്ചുകൂടെ എന്നുള്ളതൊക്കെയാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതും അത് മണ്ഡലാതിർത്തിയാണ് എന്നുള്ളത് കൊണ്ടും അവിടേക്ക് പരിശോധനയ്ക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകട്ടെ, നാളെ രാവിലെ പരിശോധിക്കാം എന്ന തരത്തിൽ അന്വേഷണ സംഘത്തിന് നിലപാടെടുക്കാൻ കഴിയില്ല. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ അതുകൂടി അങ്ങോട്ട് പറഞ്ഞു പോകുന്നു. ശ്രീ പി എം ഹർഷോ, പക്ഷേ ഇപ്പൊ അടുത്തു നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇത്രയും അനാരോഗ്യകരമായ വിഷയങ്ങൾ, അത് സാമുദായിക വിഷയങ്ങൾ, അത് ഇത്തരത്തിൽ അധികാരത്തിന്റെ അമിത പ്രയോഗം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവണതകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ, അതായത് രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നതിനേക്ക് അപ്പുറത്തേക്ക് ഇത്തരം വിവാദങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? മാധു, ഇതിനകത്ത് ഈ ഘട്ടത്തിലും ഇവർക്ക് വളരെ കൃത്യമായി എന്താണ് ഈ രണ്ട് യുവ നേതാക്കളെ ഇത്രയധികം പ്രകോപിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. മറ്റാർക്കും ഇല്ലാത്ത നിലയിലേക്കുള്ള പ്രകോപനം എന്തുകൊണ്ട് ഈ രണ്ടുപേർക്ക് മാത്രമായി ഉണ്ടായി എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കണില്ല. അപ്പോൾ ജിൻഡോ പറഞ്ഞു വെച്ചത് ഒരു കാരണം ഈ വടകര MP-യെയും അതേപോലെ തന്നെ പാലക്കാട് MLA-യും ആ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. അതവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത്. ആ പ്രകോപനത്തിന്റെ തുടർച്ചയിലാണ് ഇവര് ഈ നിലക്കുള്ള ഭീഷണി മുഴക്കുന്നതിന് വേണ്ടിയും ഇപ്പൊ ജിൻഡോ തന്നെ സംബന്ധിച്ചറിയാം, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയതാണ് എന്നുള്ള നിലയ്ക്ക് ഭീഷണി മുഴക്കുന്നതിന് വേണ്ടിയും ഈ നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും പുലഭ്യം പറയുന്നതിന് വേണ്ടിയും ഒക്കെ തയ്യാറായത് ഈ രണ്ട് കാര്യത്തിന്റെ പുറത്താണ് എന്നാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ രണ്ടാളുകളെയും തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് സമയമെടുത്തു. രണ്ടാമതായി ഈ പറഞ്ഞ പോലെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് ഇത്രമേൽ പ്രകോപിപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ് എന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും ഈ നാട്ടിലെ മനുഷ്യരും അങ്ങനെ കരുതാൻ ഇടയുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ നിലയിലേക്ക് ചർച്ച എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാറും അതേപോലെ തന്നെ ഇപ്പോൾ മാധുവും ചോദ്യമായി ഉന്നയിച്ചു എന്തുകൊണ്ട് ഇത് മാത്രം ചർച്ചയാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതല്ല, ഈ നിലക്കല്ല ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടുന്നത്. ഇനി ശ്രീകുമാർ പറഞ്ഞല്ലോ UDF-ന്റെ അജണ്ടയ്ക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് UDF ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ച അജണ്ടകൾ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ മണ്ഡലത്തിൽ മാത്രം 44,000-ഓളം വരുന്ന പെൻഷൻ ലഭ്യമാകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയൊക്കെ കൈക്കൂലിക്കാരെന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചതാണോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ട? ഇനി അതിനു മുൻപ് ഈ വാതിലടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞു എന്ന് കോൺഗ്രസിന്റെ നേതാക്കളും UDF-ന്റെ നേതാക്കളും ആകെ പറഞ്ഞ PV അൻവറിന്റെ വീട്ടിലേക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് കയറി ചെന്നതാണോ ഇവര് മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് അജണ്ട, ഇവർ വിജയിപ്പിച്ച തെരഞ്ഞെടുപ്പ് അജണ്ട? ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവർക്കൊരു നിലയ്ക്കും ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം. ഇനി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് എന്തു പറയുകയായിരുന്നു എന്ന് ശ്രീകുമാർ ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും കേരളത്തിൻ്റെ വ്യാവസായിക രംഗമാണെങ്കിലും കേരളത്തിലെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങി കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടായ മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുന്നേറ്റത്തോടൊപ്പം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും യുവജന നേതാക്കളോടുള്ള പോലീസിന്റെ സമീപനം അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ പറയുകയാണ്, ആ സമീപനം വെച്ചു പുലർത്തിയ പോലീസിനോട് ഭീഷണിയുടെ സ്വരത്തിലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നു തന്നെ വെച്ചോളൂ എന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പുലർച്ചെ വീട്ടിൽ ചെന്ന് വീട് വളഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ ഒന്ന് പറഞ്ഞു തോർക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് കാണിച്ചതൊക്കെ അതിൽ എടുത്തു പറയാൻ കഴിയുന്നത്, അതായത് സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന, ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അവിടെ അന്നുണ്ടായതിലുള്ള അതിനാടകീയത അത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് പറയാനുള്ള പല കാര്യങ്ങളുണ്ട് അവിടെ. അത് ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നതാണ്. അതുപോലെ ഈ പറയുന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടുണ്ടായ പ്രശ്നങ്ങൾ, അത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ, അതിനെ മുഖ്യമന്ത്രി വിളിച്ച പേര്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെ മുഴുവൻ സംവിധാനത്തിലെ യുവജന നേതാക്കളെ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് തങ്ങൾക്കെതിരെ നിരന്തരമായ അനീതി ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ലേ?
സ്മൃതി സോറി പ്രിയ മാധു, ഇതിനകത്തെ ആവർജീകരണം നേരത്തെ ഞാൻ അവസാനിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ എന്താ പറയുക, ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്, അൺസൗണ്ട് മൈൻഡുള്ള ആളുകളെ അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. സമാനമായ നിലയിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളിൽ നിന്ന് ശ്രീ ഷാഫി പറമ്പിലിനും ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനും എക്സെപ്ഷൻ കൊടുക്കുക എന്നതും മാത്രമാണ് ഇവിടെ സാധ്യമാകുന്ന ഒരു മറുവിധി. ഇവിടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ ഒരു യുവജന സംഘടനകളുടെ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ സമരങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ ഭാഗമായിട്ടോ പോലീസ് കേസ് ഉണ്ടാകുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇനി പോലീസ് എന്തോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോടോ ഇടപെട്ടു എന്ന് പറഞ്ഞു. കേരളത്തിന്റെ പോയ കാലത്തെ സമരങ്ങളെടുത്ത് പരിശോധിച്ചോന്നേ, എത്രമേൽ ക്രൂരമായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥി സമരങ്ങളെ, യുവജന പ്രക്ഷോഭങ്ങളെ ഇലക്ട്രിക് ലാത്തി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പോലീസ് ആക്രമിച്ച് ഒടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെന്നുള്ളതിന്റെ എത്രയെത്ര അനുഭവങ്ങൾ. സമരങ്ങളുടെ ഭാഗമായി പോലീസിന്റെ മർദ്ദനമുറകളെ അതിജീവിച്ചവരും നേരിട്ടവരും ഒക്കെയാണ്. അപ്പോ വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ തന്നെ പോലീസ് പെരുമാറണം എന്ന നിലയ്ക്കാണോ കാണേണ്ടത്? അല്ലല്ല, ആ നിലയിലേക്ക് ആ ഇലക്ട്രിക് ലാത്തിയുടെ കാലത്തിലേക്ക് തിരിച്ചു കേരളം പോയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആ നിലയ്ക്കുള്ള ഒരു അനുഭവം മുൻകാലത്ത് തൊട്ട് മുൻപത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉൾപ്പെടെ സമയത്ത് ഏത് വിധേനയായിരുന്നു കേരളത്തിലെ സമരങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമം ഉണ്ടായത് എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നിലയിലേക്ക് നമ്മുടെ നാട് പോയിട്ടില്ല. അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല, അങ്ങോട്ടേക്ക് പോകുന്ന ആ നിലയ്ക്കുള്ള ഒരു കാഴ്ചപ്പാട് പോയി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റും അല്ല. പോലീസ് സംവിധാനം മാത്രമല്ലല്ലോ ഇപ്പോൾ സമരക്കാരെ നേരിടുന്നത്. നേതാക്കൾ തന്നെ, അണികൾ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യവും അതിന് അധികാരത്തിലിരിക്കുന്നവർ തന്നെ പിന്തുണ നൽകുന്ന സാഹചര്യവും ഉള്ളപ്പോൾ അത് വിഭജിക്കപ്പെടും എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ പി എം ആർ ഷോ.